ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പടം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമ്മുടെ പ്രേം നസീറിൻ്റെ ഒരു യങ് ആയിട്ടുള്ള ഒരു പിക്ക് എടുത്തിട്ടാണ് വാട്ടർ കളർ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന വേർഡ് പ്രാക്ടീസ്. നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സ്റ്റൈല് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ എടുത്തൊരു വേർഡ് മണി എന്നാണ്. കാശ്, അല്ലെങ്കിൽ ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി. എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ഒരിക്കലും ഒരാളുടെ ഒരു ഇന്നർ ക്വാളിറ്റീസ് മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ക്യാരക്ടർ, ആ പുള്ളിയുടെ ക്യാരക്ടർ, യഥാർത്ഥ ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ഈ കാശ് വന്ന് ചേരുമ്പോൾ അപ്പോൾ നമുക്ക് ഏകദേശം അയാളുടെ ആ ഒരു ഇന്നർ ക്വാളിറ്റി അല്ലെങ്കിൽ സെൻസ് ഓഫ് റൈറ്റ് അല്ലെങ്കിൽ റോങ്, അത് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബിഹേവിയർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബിഹേവിയർ എന്ന് ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റേണലി നമ്മൾ കാണിക്കുന്ന ഇതാണ്. ബഹുമാനവും മറ്റേ എന്താ പറയുക, ഒരാളെ കാണുമ്പോൾ കാല് തൊട്ട് കൊടുത്തത്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ എക്സ്റ്റേണലി ഭയങ്കര സ്നേഹം കാണിക്കുക, ഒരാൾ വ്യക്തിയോട് ചിരിച്ച് കാണിക്കുക, ഭയങ്കര ഒരു അടുപ്പം കാണിക്കുക, ഇതൊക്കെ ചെയ്യുന്ന. പക്ഷേ നമ്മൾ ഈ ക്യാഷ് എന്നുള്ള വേർഡ് വരുമ്പോഴാണ് ബിഹേവിയർ അല്ലെങ്കിൽ ക്യാരക്ടർ എന്നുള്ള രണ്ട് വേർഡും സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണത്. ഈ ക്യാരക്ടർ ഭയങ്കരമായിട്ട് തെളിഞ്ഞ് വരിക അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യണത് അവിടെ മാത്രമായിരിക്കും നമുക്ക് ഏകദേശം ആ ഒരു ക്യാരക്ടർ നമുക്ക് പിടികിട്ടണത്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഈ ലോകത്ത് ഏറ്റവും ഭയങ്കര പവർഫുള്ളായിട്ട് നിൽക്കുന്ന മാൻമെയ്ഡ് കറൻസികൾ ആണ് വേൾഡ് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ സമാധാനവും മനസ്സമാധാനവും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവറാണ് ക്യാഷിനുള്ളത്. എനിക്ക് തോന്നുന്നു ഈ മെറ്റീരിയൽ ഹാപ്പിനെസ്സിൻ്റെ പുറകെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ കാശിനോട് ഭയങ്കരമായ ഒരു ക്രേസ് ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു റിക്വയർമെൻ്റായിട്ട് ജീവിക്കുന്ന ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്. അവർക്ക് കാശ് അത്രയും ഇമ്പോർട്ടൻ്റ് വരില്ല. ഒരു ചിലർ എന്താ പറയുക, ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. അല്ലെങ്കിൽ ചിലർ പറയും മനസ്സമാധാനം മതി, വലിയ ക്യാഷൊന്നും വേണ്ട, ഒരു ഫ്ലോയിൽ തന്നെ അങ്ങ് പോയാൽ മതി എന്ന് പറയും. പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുക വെച്ചാൽ, നമ്മൾ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം എല്ലാം എന്താ പറയുക, വ്യക്തികളാണ്, അല്ലാണ്ട് നമ്മൾ തന്നെയല്ല നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന മക്കളായാലും ഭാര്യയായാലും അല്ലെങ്കിൽ അച്ഛനമ്മയൊക്കെ ആയാലും അവരൊക്കെ വേറെ വേറെ വ്യക്തികളാണ്. അവർക്ക് ഉള്ളിൽ ഇങ്ങനെ ഉള്ളിൽ ആഗ്രഹങ്ങളും സെപ്പറേറ്റ് വേറെ ചിന്തകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ രണ്ട് വാക്ക് കയറി വരും. ഒന്നല്ലെങ്കിൽ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ള വാക്കുകളാണ് കയറി വരുന്നത്. ഈ വിട്ടുവീഴ്ച എന്നുള്ള വാക്കുകളൊക്കെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അത് ബ്രേക്കാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ക്യാഷ് എന്ന് പറഞ്ഞാൽ 100-ൽ 110% ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ക്യാഷിന് ഇപ്പോൾ എന്നോടിപ്പോൾ ചോദിക്കുന്ന ഒരു വേർഡ് കൊടുക്കാൻ പറഞ്ഞാൽ അനദർ വേർഡ് പറ്റുന്നത് കംഫർട്ട് എന്നുള്ള ഒരു വേർഡാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, പ്രിഫർ ചെയ്യുക. കാരണം ചില ആൾക്കാർ പറയും, എന്തിനാണ് ക്യാഷ്, നമ്മളെല്ലാം മൺമറഞ്ഞു പോകുന്ന മനുഷ്യരാണ്, പിന്നെ ഇതിന് മാത്രം ഇതെന്തിനാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയേക്കണമെന്ന് വെച്ചാൽ, നമ്മളെല്ലാം ഒരു മത്സരത്തിലാണ് ഇല്ലേ. നമ്മൾ മെറ്റീരിയൽ ഹാപ്പിനെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മെറ്റീരിയലായിട്ട് എന്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അത് നമ്മുടെ ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കംഫർട്ട് സോൺ എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സോണുണ്ട്. അതിനാണ് മിക്ക ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. സോ എനിക്ക് തോന്നിയേക്കണത്, നമ്മൾ മരിക്കുന്നവരെ ഹോണസ്റ്റ് മാൻ അല്ലാതെ വെൽത്തി മാനും കൂടി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ആഡ് ചെയ്യാനുള്ളത്. ഞാനീ പറഞ്ഞതിനൊക്കെ വേറിട്ട് ചിന്തിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവും. അവരുടെ കാഴ്ചപ്പാടും അവരുടെ ശരികളുമാണ്.
അപ്പോൾ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീ ആകാൻ വേണ്ടി വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഫ്രീ ആയാലും നമ്മൾ വർക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു ഫ്രീ ഹാൻഡ് റഫ് സ്കെച്ചിങ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ട് കളയുക. ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, എല്ലാവരും പാസീവ് ഇൻകത്തിൽ ചെറുതായിട്ട് ഫോക്കസ് ചെയ്യുക. അതായത് നമ്മുടെ പ്രസൻസ് ഇല്ലാതെ നമുക്ക് ചെറിയൊരു വരുമാനം വരുന്ന എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത് നമ്മളെ ഒരു സർട്ടൻ ഇത് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും 100% നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഉറപ്പാണ്. സേവ് മണി ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ്. പിന്നെ എനിക്ക് തോന്നിയേക്കണത്, നമ്മളൊരിക്കലും ക്യാഷിൻ്റെ പുറകെ പോകരുത്. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക. അതുകൂടാതെ നമ്മൾ നമ്മുടേതായ ഇൻകം കൂട്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ മണി ഓട്ടോമാറ്റിക് നമ്മുടെ പുറകെ തന്നെ വരുന്നതാണ്. അതിന് അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് കുറേ കൂടി നമുക്ക് അത് സേവ് ചെയ്യാനുള്ള ഒരു മനോഭാവം കൂടി വരുള്ളൂ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പിക്ചർ ഇപ്പോൾ ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് റഫ് സ്കെച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.